അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ എനിക്കും ഒരു സാവകാശം തമ്പുരാൻ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഈ ചർച്ചിലെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജുസൺ പാസ്റ്ററും കുടുംബവും, അതുപോലെ പ്രിയ ജോൺസൺ ബ്രദർ, പ്രിയ ലിബിൻ, പ്രിയ ബിജു ബ്രദർ, അങ്ങനെ പല പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സ്നേഹം ബന്ധവും പുതുക്കുവാനൊക്കെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശശി അവരുകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നൊരുമിച്ച് ഈ ആലയത്തിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ എൻ്റെ ജീവിതത്തിലും എനിക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് നമുക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ പാടി ആരാധിച്ച സമയത്ത് ഒരു ദൈവ തേജസ് ഈ ആലയത്തിനുള്ളിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് അനുഭവിപ്പാനിടയായി. എത്ര പേർക്കത് അനുഭവിപ്പാൻ കൃപ ചെയ്തു? ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല ഇവിടെ ആയിരിക്കുന്നത്. നമ്മോട് ചേർന്ന് നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്, ഞാൻ ഇറങ്ങി വന്ന് വസിക്കും, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്നുള്ള വാഗ്ദത്ത പ്രകാരം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് പാസ്റ്റർ വർഗീസ് മാത്യു. കഴിഞ്ഞ 33-ലധികം വർഷമായിട്ട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് 17-18 വർഷത്തോളം മധ്യപ്രദേശത്ത് ഭോപ്പാലിൽ താമസിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. IPCയോടുള്ള ബന്ധത്തിലാണ് ഞാൻ അവിടെ തുടക്കം മുതലേ ആയിരിക്കുന്നത്. മധ്യപ്രദേശ് സ്റ്റേറ്റിൻ്റെ IPCയോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് 700-ലധികം ഞങ്ങൾക്ക് കൂടിവരവുകൾ അവിടെയുണ്ട്. അതിൽ ഭൂരിഭാഗവും തദ്ദേശീയരായ ദൈവദാസന്മാരാണ് ഉള്ളത്. ചുരുങ്ങിയ ഒരു 20-25 നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരെ അവിടെയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവിടുത്തുകാരാണ്. നിങ്ങൾ അവിടുത്തെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആകയാൽ നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന, നിങ്ങൾ ആ പ്രദേശത്തെ വേലകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിലും ഈ ഒരു വിഷയവും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് ആ പ്രവർത്തനങ്ങളെ കർത്താവ് അത് വലിയ പ്രതികൂലമാണ്. ഇന്ന് പകൽക്കാലം ദൈവം തന്ന ഒരു ആലോചന നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് വളരെ വേഗം ഇരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു വൈഫും 2 കുഞ്ഞുങ്ങളുമുണ്ട്. പ്രൈസല്ലോ. കഴിഞ്ഞ 37 വർഷമായിട്ട് ഈ വൈഫ് തന്നെയാണ് എൻ്റെ വൈഫ്. പ്രൈസല്ലോ. ഇനിയും മുന്നോട്ടും ഇദ്ദേഹം തന്നെ ആയിരിക്കും. പ്രൈസല്ലോ. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മകന് ടോൾവർത്തിൽ താമസിക്കുന്നു, വേറൊരു മകന് ലൂട്ടണിലുണ്ട്. അങ്ങനെ അവരെ കാണുവാനായിട്ടും അതുപോലെ നിങ്ങളെയൊക്കെ സന്ദർശിക്കാനുമൊക്കെയുള്ള ആ സാഹചര്യം ലഭിച്ചത് കുഞ്ഞുങ്ങൾ മുഖാന്തരമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരും അവരുടെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. പ്രത്യേകിച്ച് വക്രതയും തലമുറയുമുള്ള ഈ തലമുറയുടെ മുൻപിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഇവിടെ സ്നാന ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു. 5 കുഞ്ഞുങ്ങൾ, 4 സഹോദരന്മാരും 1 സഹോദരിയും. അവരെ ഇനി സഹോദരി എന്നേ വിളിക്കാവുള്ളൂ. പ്രൈസലാണ്. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്നലെ ദൈവസഭയോട് കർത്താവിനോട് ചേരുവാനിടയായി. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി അവരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ ഹൃദയം എത്ര സന്തോഷിക്കുന്നുണ്ടായിരിക്കും.
ദൈവദാസൻ്റെയും ആ മാതാപിതാക്കളുടെയും ഒക്കെ ഹൃദയം ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ കവിയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമ്പത്ത് വർദ്ധിച്ചതിലും അധികം സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭാഗത്തായിരിക്കുന്നുവെന്നറിയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു വേദവാക്യം ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 10-11 വാക്യങ്ങളാണ് ഞാൻ കുറിവാക്യമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെയാണ്: അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ദൈവസഭയ്ക്കായി സ്തോത്രം. താവേ, ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ വചനം ഘോഷിപ്പാൻ വേണ്ടതായ എല്ലാ കൃപയും അടിയൻ്റെ മേലും പകരണമേ. ദൈവജനത്തിൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹത്തെ പകരണമേ. താവേ, വായി തുറക്കുമ്പോൾ സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് തുണ നിൽക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിനായി ഏൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഇവിടെ പത്രോസ്ലീഹ പറയുന്ന കാര്യം, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നമ്മുടെ വിളി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ വിളിച്ചത് ഒരു വ്യക്തിയല്ല, പിന്നെ ആരാണ് വിളിച്ചത്? നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെ വിളിച്ചത്. അത് എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ എബ്രായ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആകയാൽ പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഒരു ഭൗമിക വിളിയല്ല, പിന്നെയോ ഒരു സ്വർഗീയ വിളിയാണ്. ഹെവൻലി കാളിംഗ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ഇങ്ങനെ ഈ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ സൈഡിലൊക്കെ പോകുന്ന പലരും അത് നമ്മൾ ചിലപ്പോൾ കൈ കാണിക്കും, സൈഡിൽ നിൽക്കാൻ പറയും, പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. എന്നാലൊരു പോലീസ് വണ്ടി വന്ന് ഒന്ന് കൈ കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് സൈഡെടുത്ത് നിർത്തും. അല്ലെങ്കിൽ അധികാരമുള്ളവൻ വിളിച്ചാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവ പൈതലേ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചത് അധികാരമുള്ളവനാ. ഹല്ലേലൂയ. സകലത്തിന്മേലും അധികാരമുള്ളവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചത് നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതേ 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നു. വാക്യം എടുക്കേണ്ട, ഞാൻ തന്നെ പറഞ്ഞുകൊള്ളാം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പം നമ്മെ സ്വർഗീയ വിളി മൂലം നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുക. പ്രത്യേകാൽ ഇന്നലെ സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരോടുകൂടാ ഞാൻ ഇത് പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം, ഒരു ഫെലോഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഫോർ ദാറ്റ് പർപ്പസ് ഹി ഹാസ് കോൾഡ് us. ഹല്ലേലൂയ. ആൻഡ് ദാറ്റ് കോളിംഗ് ഈസ് കോൾഡ് ദ ഹെവൻലി കോളിംഗ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഇനി ആരുമായിട്ടാ കൂട്ടായ്മ? യേശു ക്രിസ്തുവുമായിട്ടൊരു കൂട്ടായ്മ ബന്ധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഈ കൂട്ടായ്മ ബന്ധമെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല ഈ കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടായിരിക്കേണ്ടത്. എവരിവെയർ, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ, ഓഫീസിലാകട്ടെ, ഭവനത്തിലാകട്ടെ, മാർക്കറ്റിലാകട്ടെ, എവിടെയായിരുന്നാലും നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് നാം എപ്പോഴും, ആ കണക്ഷൻ നാം എപ്പോഴും നാം we have to maintain that relationship with Jesus Christ always. എപ്പോഴും നമുക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അടുത്തത് 2 തെസ്സലോനി 3:3 വായിക്കുന്നു: കർത്താവോ വിശ്വസ്തൻ, അവൻ നമ്മെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ നമ്മെ ആരുടെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളും?
ദുഷ്ടൻ്റെ കയ്യിൽ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ ഈ വചനം പറയുന്നതിനിടയ്ക്ക് അവരോട് ചോദിക്കും. കാരണം ദേ ഹാവ് ടു ഗിവ് അസ് ദ ആൻസർ. സോ ഇൻ ഓർഡർ ടു വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആൾസോ ഫോളോ വാട്ട് വി ആർ ടീച്ചിങ് ടു ദം. അതിനുവേണ്ടി അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ദൈവദാസന്മാർ കേരളത്തിൽ നിന്ന് വരുന്നവരെ പോലെ പ്രാസം ഒപ്പിച്ചൊന്നും വളരെ ഇങ്ങനെ ശക്തമായിട്ടൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പ്രേക്ഷല്ലോ, വി ആർ ടീച്ചിങ് മെത്തേഡാണ്. വി ആർ അവർ മെത്തേഡ് ഇസ് ടീച്ചിങ് മെത്തേഡ്. ബിക്കോസ് അതാണ് ഞങ്ങളുടെ ഒരു. എന്നാൽ അല്ലാത്ത രീതിയിലും ചിലപ്പോഴൊക്കെ ദൈവാത്മാവ് നടത്തുവാൻ ഞങ്ങൾ പ്രസംഗിക്കും. ഇന്നും ദൈവം നടത്തുന്ന പോലെ ആകട്ടെ. എന്നാൽ നമ്മളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അത് നമ്മളെ എങ്ങനെയാണ് ഉറപ്പിച്ച് ഹല്ലേലൂയ അകപ്പെടാതെ വണ്ണം ദൈവം കാത്തുകൊള്ളും. ദുഷ്ടൻ, പിശാച് ഹല്ലേലൂയ. പിശാച് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ദാനിയേല് ഉപവസിച്ച് പ്രാർത്ഥിച്ച അന്ന് തന്നെ ദൈവപുരുഷ നീ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ച അന്ന് തന്നെ ഉത്തരവുമായിട്ട് ഗബ്രിയേൽ ഇറങ്ങി വന്നു. പക്ഷേ ആരാ തടഞ്ഞത്? പാർസിപ്രഭു തടഞ്ഞു 40 ദിവസം. എന്നിട്ട് മീഖായേലിനെ വിളിച്ചു. അവിടെ നിർത്തിയിട്ട് ഗബ്രിയേൽ ദൂതുമായിട്ട് വന്നിരിക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ദൈവപൈതലേ, ഞാനും നിങ്ങളും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇന്നും സേഫായിട്ടിരിക്കുന്നതിൻ്റെ പ്രത്യേക കാര്യം എന്താണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും മിടുക്കല്ല. എനിക്ക് വേണ്ടി രക്തമൊരുക്കി എന്നെ വീണ്ടെടുത്ത എൻ്റെ അരുമനാഥൻ അവൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല. ഹല്ലേലൂയ. എൻ്റെ തമ്പുരാൻ അവൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എൻ്റെ രക്തവളപ്പ് അതെ വലയത്തിനുള്ളിൽ എന്നെ സൂക്ഷിച്ച് നിർത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് തമ്പുരാനോട് ചോദിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അവനെ ഭർഷിച്ചു. ഹല്ലേലൂയ. എന്നെ നിങ്ങളെയും പാറ്റിക്കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിച്ച് കളയുവാൻ, കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഹല്ലേലൂയ പിശാച് എത്ര വട്ടം ശ്രമിച്ചെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. എന്നാൽ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടവിൽ നിന്നത് കൊണ്ടാണ് അവന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനായിരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആരാധന ഉയരണം. മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകൾ അധരജൽപ്പനം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന രീതിയൊക്കെ വിട്ടിട്ടാ നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഹല്ലേലൂയ. ആരാധന ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ഉയരണം. ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ എന്നെ വിടുവിച്ച, എന്നെ ജീവനുള്ളവരുടെ ദേശത്ത് നിർത്തിയ, അതേ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം പരിപാലിച്ച ആ ദൈവത്തെ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ഹല്ലേലൂയ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ്. 1 പത്രോസ് 1:15 വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം നാം വിശുദ്ധരാകണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാ. നമ്മുടെ കർത്താവ് വളരെ വേഗം വരാൻ പോവുകയാണ്. മധ്യാകാശത്തിൽ അവൻ വെളിപ്പെടും.
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടി അവൻ സ്വർഗത്തിൽ നിറങ്ങി വരും. ആരെ ചേർക്കാനാണെന്നറിയാമോ? പെന്തിക്കോസുകാരെ ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ കടന്നു വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നാം വിശുദ്ധരായിരിക്കണം. വിശുദ്ധിയുടെ പ്രമാണമൊക്കെ നമുക്ക് പിന്നീട് ദൈവസന്നിധിയിൽ മറ്റ് സമയങ്ങളിലൊക്കെ പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. ആമേൻ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ അത്രേ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇനി അടുത്ത പടി എന്താണ്? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ അത്രേ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നതാ. ഹല്ലേലൂയ. ലോകം ഒരുപക്ഷെ നമ്മളെ പെന്തക്കോസുകാരെന്ന് പറഞ്ഞേക്കാം. തമ്പുരാൻ നമ്മെ ദൈവമക്കളെന്ന് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവ പൈതലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സർട്ടിഫിക്കറ്റ് മനുഷ്യരിൽ നിന്ന് നമുക്ക് വേണം. ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സർട്ടിഫിക്കറ്റ് നമുക്ക് സത്യത്തിൽ വേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോബിനെ കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് പിശാചിൻ്റെ മുമ്പിൽ കൊടുത്തത് നമുക്കറിയാം. ഇവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഭൂതലത്തിൽ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ആരുടെ മുമ്പിലാ തമ്പുരാൻ ചങ്ക് നെഞ്ചു വിരിച്ച് പറയുന്നതെന്നറിയാമോ? ദുഷ്ടപിശാചിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ല. എന്നെ നിങ്ങളെ നോക്കി ദൈവം അങ്ങനെ പറയുമോ? പറയിപ്പിക്കണം. തമ്പുരാൻ ഒരു അഭിമാനമാ. ഹല്ലേലൂയ. തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്, ദൈവരാജ്യത്തിന്, ക്രിസ്തുവിൻ്റെ സകല മഹത്വത്തിനും നമ്മളെ ഓഹരിക്കാരാക്കി നിർത്തിയിരിക്കുന്ന ആ തമ്പുരാൻ നമ്മളെ നോക്കി സാക്ഷ്യം പറയട്ടെ, അവനെ പോലൊരു നേരുള്ളവൻ, നിഷ്കളങ്കൻ, ഹല്ലേലൂയ, ദോഷം വിട്ടകലുന്നവൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. നല്ല സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാൽ, നല്ല സാക്ഷ്യമുള്ളവരാകണമെന്ന് പറഞ്ഞാൽ, ഈ സാക്ഷ്യം സഭയുടെ മുൻപിലും മനുഷ്യരുടെ മുമ്പിലും വേണം. തമ്പുരാൻ്റെ മുമ്പിലും നമുക്ക് നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. മനുഷ്യരുടെ മുൻപിൽ നല്ല സാക്ഷ്യം ഉണ്ടാകാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ മുൻപിൽ രാത്രിയും പകലും ഒരുപോലെ നമ്മളെ ശോധന ചെയ്യുന്ന നമ്മുടെ തമ്പുരാൻ്റെ മുൻപിൽ നാം എങ്ങനെയായിരിക്കുന്നു? വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അവൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ ലേഖനം എഴുതിയ പത്രോസിനെ നമുക്കറിയാം. പത്രോസ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 3 പ്രാവശ്യം തമ്പുരാൻ അവനെ മനസ്സിലാക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. അങ്ങനെ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 2 പേരും അടുത്തടുത്ത് നിൽക്കുകയാണേ. ഇങ്ങനെ ഇത് ദൂരമൊന്നുമില്ല. യേശു പത്രോസിനെ ഒന്ന് നോക്കി. ഇത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് യേശു, കേട്ടോ. പൊട്ടിക്കരയണമെങ്കിൽ കരഞ്ഞോണം. പൊട്ടിക്കരയണമെങ്കിൽ കരഞ്ഞോണം.
കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. ആണ്ടിൻ്റെ 11 മാസം കടന്നുപോയി. 12ാം മാസത്തിൻ്റെ ആരംഭ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ദൈവവേദലേ, ഈ 11 മാസക്കാലം ദൈവസന്നിധിയിൽ നമ്മെ നടത്തിയ പരിപാലിച്ച വിധങ്ങളൊക്കെ നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ തന്നെ യേശു നിന്നെ നോക്കുന്നതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. നീ ഒന്നുകൂടെ മാനസാന്തരപ്പെടണം, നീ ഒന്നുകൂടെ മടങ്ങി വരണം. നിന്നെ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ചതാണ്, വേർതിരിച്ചതാണ്. ആ നോട്ടത്തിൻ്റെ അർത്ഥം പത്രോസിന് മനസ്സിലായി. പുറത്തുപോയി അതിദുഃഖത്തോടെ. പത്രോസിന് ഈ സമയത്ത് ഒരു 19 വയസ്സെങ്കിലും കാണും. അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടി പൊട്ടി കരഞ്ഞു. ഹല്ലേലൂയ. പത്രോസ് പീലാത്തോസിന്റെ നടുത്തളത്തിലാ പൗലോസ് യേശു ഇരിക്കുന്നതെങ്കിലും ദൈവപൈതലേ, ഹല്ലേലൂയ, എന്നാൽ അവൻ്റെ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണിന്, അവൻ്റെ കണ്ണുനീര്, അവൻ്റെ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചില് മറഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. വലയും വള്ളവും എടുത്ത് യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം സഹോദരന്മാരെയും വിളിച്ച് മീൻ പിടിക്കാൻ കടന്നു പോയപ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആ വേദനയുണ്ട്. എൻ്റെ അരുമനാഥനെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ, തള്ളിപ്പറഞ്ഞല്ലോ. പകൽക്കാലം ദൈവം, നമ്മുടെ കർത്താവ് നമ്മെ നോക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? ദൃഷ്ടിയൊന്ന് നോക്കാമോ? അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാട്ടെ. ദൈവവേദലേ, അവൻ്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. സകലതും അവന് മുൻപിൽ നഗ്നതും മലർന്നതുമായി കിടക്കുകയാണ്. ഒരു അനുതാപത്തോടെ, ഒരു പശ്ചാത്താപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുപ്പാൻ ദൈവവേദലേ നിനക്ക് കഴിയുന്നുവെങ്കിൽ, പത്രോസിനെ ഉപയോഗിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ഉപയോഗിപ്പാൻ ഈ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. മടങ്ങി വന്നതിന് ശേഷം പറയുന്നതാണ്, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതിരിക്കേണ്ടതിന്. ഞാൻ ഒരിക്കൽ ഇടറിപ്പോയതാ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്നേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭദ്രത നിർണയിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നതിനാല. ദാറ്റ് ഈസ് ഗീവ് us the guarantee. ദൈവം പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നതിനാലാണ് നമ്മുടെ ഭദ്രതയുള്ളത്, ദ സേഫ്റ്റി. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മിസ്രൈമിലെ ഇസ്രായേൽ ജനം 430 വർഷക്കാലം അടിമത്വത്തിലാണ്. ദൈവം അവരെ വിടുവിക്കുവാൻ തീരുമാനമെടുത്തു. മോശെ അയച്ചു. 10 ബാധകളിൽ അവസാനത്തെ കാര്യം കടിഞ്ഞൂൽ സംഹാരമാണ്. എന്നാൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നിങ്ങൾ സന്ധ്യായാഗത്തിങ്കൽ സമയത്ത് ഒരു കുഞ്ഞാടിനെ അറക്കണം. അതിൻ്റെ രക്തം കട്ടളക്കാൽ 2 കുറുമ്പടിമേലും പരട്ടണം. രക്തമടയാളമുള്ള ഭവനത്തിൽ ഇരിക്കുന്നവരുടെ മേൽ സംഹാരകൻ കടക്കയില്ല. ഹല്ലേലൂയ. അത് മോശയുടെ ഭവനമായാലും അഹരോന്റെ ഭവനമായാലും മിരിയാമിൻ്റെ ഭവനമായാലും രക്തമടയാളമുണ്ടെങ്കിൽ അതിനകത്ത് പിശാച് കടക്കുകയില്ല. രക്തമടയാളമില്ലെങ്കിൽ അതിനകത്തും പിശാച് കയറും, സംഹാരകൻ കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം മറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രക്തവലയത്തിനുള്ളിലായിരുന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ സംഹാരകനിൽ നിന്ന് വിടുവിപ്പാനിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനമെല്ലാവരും അത് വിശ്വസിച്ചു കേട്ടോ.
അവരെല്ലാവരും രക്തത്തളി ആചരിച്ചു. ഹല്ലേലൂയ. അവരാണ് രാവിലെ കാഹളമൂതി, ഹല്ലേലൂയ, ജനമെല്ലാം ഒന്നിച്ചുകൂടി രണ്ടാമത്തെ കാഹളത്തിങ്കൽ അവർ മാർച്ച് ചെയ്ത് മുന്നോട്ട് കനാൻ ദേശത്തിലേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. ദൈവമൈതലേ, നമുക്ക് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ പിസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി സംഹാരങ്ങളിൽ നിന്ന് വിടുതൽ തന്നു. ഹല്ലേലൂയ. നമ്മെ ആദ്യത്തെ കാഹളത്തിങ്കൽ നമ്മളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാ. അടുത്ത കാഹളം വളരെ വേഗം ഒരു മാർച്ച് പാസ്റ്റിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് വേണ്ടി ഒരു കനാൻ നാട് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു കനാൻ ദേശം ഒരുക്കിയിട്ടുണ്ട്. അത് ഈ ലോകത്തിലല്ല, സ്വർഗീയ കനാനാ. ഹല്ലേലൂയ. അവിടേക്ക് പോകാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ യോശുവയുടെ പുസ്തകം, അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ കനാൻ നാട് ഒറ്റുനോക്കുവാൻ യോശുവയോട് യഹോവയായ ദൈവം പറഞ്ഞു, മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ഗോത്രത്തിന് അവരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. അവരെല്ലാം പ്രഭുക്കന്മാരായിരിക്കണം. നിങ്ങൾ 13-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ എല്ലാവർക്കും അത് അറിയാൻ. കനാൻ ദേശം ഒറ്റുനോക്കുന്ന ആളുകളെ അയക്കുക, അതത് ഗോത്രത്തിൽ നിന്ന് ഒരാളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അതാത് ഗോത്രത്തിൻ്റെ പ്രഭുക്കന്മാരെയാണ്, ലീഡേഴ്സിനെയാണ് യഹോവയായ ദൈവം മോശയിലൂടെ തിരഞ്ഞെടുത്ത് കനാൻ നാട് ഒറ്റുനോക്കേണ്ടതിന് അയച്ചത്. അവർ 40 ദിവസം കനാൻ നാട് ഒറ്റുനോക്കി. നിങ്ങൾക്കറിയാമോ, കനാൻ നാട്ടിൽ 40 ദിവസം സ്പൈയിങ് വർക്ക് ചെയ്യുകയാണ്. ഈ കനാൻ നാട് ഒറ്റുനോക്കുവാൻ രണ്ട് പേരെ ആയിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് അയച്ചത്. അവർ 40 പേര് ഒരുമിച്ചല്ല ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മൾ ചർച്ച വരുന്ന പോലെ ഒരുമിച്ച് വന്ന് കാറെ പാർക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നതല്ല. അവരെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. അവർ 40 ദിവസം എന്ത് ചെയ്തു? കനാൻ നാട് ഒറ്റുനോക്കി. ഈ ശത്രു രാജ്യത്ത് പോയി സ്പൈയിങ് വർക്ക് ചെയ്യുന്നത് അത്ര ഈസി കാര്യമാണോ? അതിനൊരു ധൈര്യം വേണം, അല്ലേ? എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഒരു മുന്തിരിക്കൊല 2 പേര് ചുമന്നുകൊണ്ട് വരികയാ. മുന്തിരിക്കൊല 2 പേര് ചുമക്കുക. അപ്പോൾ ആ മുന്തിരിക്കൊലയുടെ ഭാരം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാട്ടെ. ഹല്ലേലൂയ. അത് ചുമന്നുകൊണ്ട് വരികയാ. അത് കാശ് കൊടുത്ത് മേടിച്ചതാണോ അതോ ഏതെങ്കിലും മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തതാണോ? അതിനൊക്കെ ധൈര്യം വേണമല്ലേ? ഈ 40 പേരും വളരെ ധൈര്യമുള്ളവരാ. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാൽ അവർ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അത് മനോഹരമായ ദേശമാണ്, പക്ഷെ ഞങ്ങൾക്കത് കൈവശമാക്കാൻ പറ്റുകയില്ല. കാരണം അവിടെ അനാക്യ മല്ലന്മാരെ വരെ ഞങ്ങൾ കണ്ടു. 2 പേര് അതിനെതിരായിട്ട് സംസാരിച്ചു. അവരെ അമർച്ച ചെയ്തു. ആരൊക്കെയായിരുന്നു? കാലേബും യോശുവയും. അവർ പറഞ്ഞു, യഹോവയായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അതിനെ കൈവശമാക്കും. ഹല്ലേലൂയ. നോക്കിയാൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ധൈര്യമുണ്ട്, പക്ഷെ വിശ്വാസമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 10 പേർക്ക് 12 പേർക്കും ധൈര്യമുണ്ടായിരുന്നു. ഭയങ്കര ധൈര്യമാ. പക്ഷെ ധൈര്യം കൊണ്ട് മാത്രം കനാൻ നാട് അവകാശമാക്കാൻ പറ്റുകയില്ല. ദൈവമേ, നിനക്ക് വിശ്വാസം വേണം. ആരിൽ വിശ്വാസം? അയച്ചവനിലുള്ള വിശ്വാസം, വിളിച്ചവനിലുള്ള വിശ്വാസം. അവൻ അത് കൈവശമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ പേരെന്താ? വിശ്വാസി. പക്ഷേ നമ്മളെപ്പോലെ ഭീരുക്കൾ വേറെ ആരുമില്ല. ചെറിയ കാര്യത്തിൽ വരെ നമുക്കങ്ങ് പരിഭ്രമമാ, ഭയം. ഈ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ
ഒരിക്കൽ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചയച്ചു, തണ്ടു വലിച്ചു കുഴഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശു അതേ പടകിൽ തന്നെ തലേണ വെച്ച് അമരത്തുറങ്ങുകയാണ്. വിളിച്ചുണർത്തിയ, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? നിങ്ങൾ ഇത്ര ഭീരുക്കളാകുന്നത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭീരുത്വം നമ്മുടെ അവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവേദനയിലെ വിശ്വാസി ഭയപ്പെടുന്ന ഭീരുക്കളാകുകയല്ല, അവൻ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമാണ്. അവൻ എന്നെ നടത്തും. വിളിച്ചവൻ വിശ്വസ്തനാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ കാക്കുന്ന ദൈവമാണ്. അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ സമയം അത് വളരെ വേഗം തീരുകയാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് ഇരിക്കാം. ഞാൻ ഇച്ചിരി അധികം പ്രസംഗിയാണ്. കാരണം എനിക്ക് സമയം പോരാ. ഞങ്ങളുടെയൊക്കെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മീറ്റിംഗ് തുടങ്ങിയാൽ 4 മണി 5 മണി വരെയൊക്കെ അങ്ങ് പോകും. നിർത്തിയാലും അവർ പറയും, പാസ്റ്റർ സാബ് ഔർ ദേ ദോ. ഇനിയും ഞങ്ങൾക്ക് താന്നാ പറയുന്നത്. ഞങ്ങളങ്ങ് ഇരുന്നോളാം, പാസ്റ്റർ പ്രസംഗിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പ്രസംഗമൊക്കെ അങ്ങ് കൂടിപ്പോവും, സമയമൊക്കെ. എന്നാലും ഇവിടെ വരുമ്പോൾ അതൊക്കെ ചിന്തിക്കുള്ളൂ. കാരണം ഇവിടെയുള്ള എല്ലാ ചർച്ചുകളും നമ്മൾ റെൻറ്റിനാണ്. ഒരു ടൈമുണ്ട്. ടൈം കൂടിയാൽ അതിനും വാടക കൊടുക്കണം. പ്രൈസല്ലോ. അപ്പം ഞാൻ മുഖാന്തരം നിങ്ങൾക്കൊരു നഷ്ടം വരരുത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇരിക്കാം. പ്രൈസല്ലോ. ഇവിടെ പത്രോസ്ലീഹ പറയുന്നത് അതിൻ്റെ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ തന്നെ നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതാ? ഹല്ലേലൂയ. അതിൻ്റെ 1-ാം അധ്യായം 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങളെ സകല ഉത്സാഹവും കഴിച്ച നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോട് വീര്യം കൂട്ടണം. ആമേൻ. ഹല്ലേലൂയ. യോശുവയോട് തൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ യഹോവയായ ദൈവം, മോശ മരിച്ചു കേട്ടോ, മോശ മരിച്ചു. അടുത്ത ലീഡർഷിപ്പ് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? യോശുവയ്ക്ക് കൊടുത്തിരിക്കുക. യോശുവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യോശുവയെ നീ ഭയപ്പെടരുത്, മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതിലെ യേശു പറഞ്ഞു, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വാക്ക് പറഞ്ഞവൻ അത് നിവർത്തിപ്പാൻ വിശ്വസ്തനാവുന്ന. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും എവിടെ പാർത്താലും ഏത് സാഹചര്യത്തിലായിരുന്നാലും യോശുവയേ അതേ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. എൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് നടക്കേണ്ടതിന്, ഹല്ലേലൂയ, നീ ധൈര്യമുള്ളവനായിരിക്കണം. എന്തിനു വേണ്ടിയാ ഉണ്ടാകേണ്ടതാ? ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ ഒരു ധൈര്യമുണ്ടായിരിക്കണം. അത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകേണ്ട ഒരു ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെയൊക്കെ ജീവിക്കുമ്പോൾ പല പ്രലോഭനങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവവേദനയിലെ പ്രമാണത്തിന് വിരോധമായി കടന്നു വരുന്നതിനെ എതിർത്തു നിൽപ്പാനുള്ള ഒരു തൻ്റെടം, ഹല്ലേലൂയ, ഒരു ധൈര്യം ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊള്ളാം. പരിജ്ഞാനം, പലര് പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനം അത്
പഠിച്ചു വെക്കുന്ന പരിജ്ഞാനമല്ല, സ്വയം അറിയണം. പൗലോസ് പറയുന്നു, ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസത്തോളം നടത്തുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഇതാണ് ദൈവവേദനയിലെ ജ്ഞാനമല്ല, പരിജ്ഞാനമെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളും ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, അവൻ ആ ദിവസം വരെയും എന്നെ നടത്തുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്തതാണ് ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ, ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഇന്ദ്രിയ ജയം? ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും ഇന്ദ്രിയ ജയം വേണം. ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഒരു ജയം വേണം. ഐസ്ക്രീമും ഗുലാബ് ജാമുനും എല്ലാം കണ്ടോവാ. കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടല്ലോ, കൺട്രോൾ യുവർ സെൽഫ്. ഈ ഞാൻ നിർത്താം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമേ, ഇല്ലയോ? ഈ ശരീരത്തെ നശിപ്പിക്കുന്നവന് അപ്പോൾ ഈ അത് ഇതൊക്കെ കഴിച്ച് എന്താ നശിപ്പിക്കാന്നേ? എല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? അത് ഇതൊക്കെ വലിച്ച് വഴി കഴിച്ചിട്ടേ ഒന്നുമില്ല, കുഴപ്പമില്ല, തമ്പുരാൻ കാത്തോളും. തമ്പുരാനൊന്നും കാക്കത്തില്ല കേട്ടോ. സെൽഫ് കൺട്രോൾ. ഈ ശരീരത്തെ നമ്മൾ എന്തു ചെയ്യണം? സൂക്ഷിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇതിനെ നശിപ്പിച്ചാൽ നിന്നെ നശിപ്പിക്കും തമ്പുരാൻ. Hallelujah. You should have a self-control on every side of your life. Hallelujah. അത് സെക്ഷുവാലിറ്റി ആകട്ടെ, അത് മറ്റു രീതിയിലാകട്ടെ, everywhere you should control yourself. ആമേൻ. ഹല്ലേലൂയ. ഇന്ദ്രിയ ജയമുണ്ടാകണം. ഹല്ലേലൂയ. അത് കൂടാതെ ഹല്ലേലൂയ നമുക്ക് അടുത്തത് സ്ഥിരതയാണ്. സ്ഥിരമാനസൻ എന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാൽക്കും. യാക്കോബ് പുസ്തകൻ പറയുന്നു, ഇരുമനസ്സുള്ളവൻ അസ്ഥിരനാ. ഇരുമനസ്സുള്ളവൻ. നമുക്ക് ഒറ്റ മനസ്സേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ മനസ്സാ. ഹല്ലേലൂയ. എത്ര പേര് എന്നോട് കൂടെ ഉണ്ടാ? ഹല്ലേലൂയ. ഒറ്റ മനസ്സേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ മനസ്സാ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്വഭാവമാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം പെട്ടെന്ന് നടക്കണം. ഇൻസ്റ്റൻ്റ് ആണ് നമ്മൾ ഇന്നെല്ലാം. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ബിരിയാണി, ഇൻസ്റ്റൻറ്റ് പൊറോട്ട, ഇൻസ്റ്റൻറ്റ് അല്ലേ? എവറിത്തിങ് ഈസ് ഇൻസ്റ്റൻറ്റ്. തമ്പുരാൻ്റെ സന്നിധിയിൽ ഇൻസ്റ്റൻ്റ് ഒന്നുമില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ കാത്തിരിക്കണമെന്നേ. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. ഹല്ലേലൂയ. അതെ, ഹന്ന എത്ര വർഷം കാത്തിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുമ്പോൾ അത് ശ്രേഷ്ഠമേറിയതായിരിക്കും ലഭിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാത്തിരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തത് ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നത്. ഭക്തി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിചാരം, ഭക്തി എന്ന് പറയുന്നത് പൗലോസ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ നാവിന് കടിഞ്ഞാണിടാതെ ഭക്തൻ എന്ന് നിരൂപിച്ച് ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ? ഭക്തി എന്താ? നമ്മൾ ഇവിടെ വന്ന് പാടി ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ 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 നമ്മളിങ്ങനെ കാണിക്കുന്നതാണോ ഭക്തി? ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആമേൻ. ആ ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. നിർമ്മലമായ ഭക്തി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൽ, നമ്മുടെ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവർക്ക് സങ്കടം വരുമ്പോൾ നമ്മളൊന്ന് പോയി കാണാറുണ്ടോ? നമ്മളൊന്ന് പോയി ആശ്വസിപ്പിക്കാറുണ്ടോ? കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഒരു വലിയ ഓപ്പറേഷനിലൂടെ കടന്നുപോയെന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ പ്രയാസത്തിലൂടെ, കഷ്ടത്തിലൂടെ
ഇവിടെ മാത്രമല്ല കേട്ടോ, പോർട്സ്മൗത്തിൽ മാത്രമല്ല, UK മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ ചെന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മുടെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതാണ് ദൈവവേദനയിലെ നിർമ്മലമായ ഭക്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാവിന് കടിഞ്ഞാണിട്ട് കാക്കണം. ദൈവഭക്തന്റെ നാവ് എങ്ങനെയായിരിക്കും? സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുക. വാക്കുകളുടെ പെരുപ്പത്താൽ എന്തുണ്ടാക്കുന്നു? പാപം. നമ്മൾ എത്രയും ചുരുക്കി സംസാരിക്കാമോ അത്രയും നല്ലത്, അത്രയും പാപം ചെയ്യാതിരിക്കാം. അല്ലേ? ഈ സ്ത്രീകളുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതെന്നൊക്കെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. പുരുഷന്മാർ കുറച്ചേ സംസാരിക്കത്തുള്ളൂ, സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറയുന്നു. ആര് സംസാരിച്ചാലും കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ദൈവവേദനയിലെ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവത്തിന് പ്രസാദമുള്ളത് സംസാരിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഹോദരപ്രീതി നിലനിർത്തുക. ദൈവത്തിന് സ്തോത്രം. അടുത്തതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാനിവിടെ പറഞ്ഞു നിർത്തുക. ചാരിറ്റി, സ്നേഹം. ഹല്ലേലൂയ. ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്താൽ, അല്ലേ? നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയില്ലേ അവരെന്തോ വിചാരിക്കും. അതുകൊണ്ട് അവർ വിചാരിക്കാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. ഞാൻ ഉള്ള കാര്യം പറയുന്ന ആളാണ്. എന്നാൽ ചാരിറ്റി എന്ന് പറയുന്നത് അവിടെ കൊണ്ടല്ല, അതല്ല സത്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. അത് ഈ പാവങ്ങളെ സഹായിക്കുന്നത് സ്നേഹം കൊണ്ടാണോ അതോ സഹതാപം കൊണ്ടാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സഹായം നോട്ടുന്നത് സഹതാപം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മക്കളെ സഹായിക്കുന്നത് സഹതാപം കൊണ്ടാണോ? നമ്മുടെ പെൺപിള്ളേരെ കെട്ടിക്കുമ്പോൾ അവർക്ക് അതും ഇതുമൊക്കെ കൊടുത്തു വിടുന്നത് സഹതാപം കൊണ്ടാണോ? അതേ സ്നേഹമായിരിക്കണം നമ്മളൊരു കൂട്ടുവിശ്വാസിയെ നാം സഹായിക്കുമ്പോൾ. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, ഹല്ലേലൂയ, ദൈവസ്നേഹത്തിൽ തികഞ്ഞു വരുന്ന സഹായമാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ നിർത്തുകയാണ്. ഒന്ന് യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ 20-ാമത്തെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു. നമ്മുടെ ജീവിതത്തിൽ നിർവ്യാജ്യമായിരിക്കട്ടെ സ്നേഹം. ഹല്ലേലൂയ, നിർവ്യാജ സ്നേഹം. നമ്മുടെ പിതാവ് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവവേദനയിലെ നമ്മോടുള്ള സ്നേഹമാണ്. അവൻ ലോകത്തെ സ്നേഹിച്ച സ്നേഹമാ യേശു ക്രിസ്തു. യേശു കാൽവരി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നത്, ഹല്ലേലൂയ, നമ്മോടുള്ള അവൻ്റെ സ്നേഹമാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാനെൻ്റെ കുറിവാക്യത്തിലേക്കൊന്ന് മടങ്ങി വരട്ടെ. ഈ വക ചെയ്താൽ നിങ്ങൾ ഒരു കാലത്തും ഇടറിപ്പോകാതെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ആകണ്ടവണ്ണമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് നമുക്കൊരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം, എനിക്ക് ധൈര്യമുണ്ടെങ്കിലും വിശ്വാസ കുറവുണ്ടെങ്കിൽ കനാൻ നാട് കൈവശമാക്കുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ ദിവസം വരെ നിങ്ങളെ കാപ്പാൻ ശക്തനെന്നുറച്ച ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. അവൻ നിങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്നേഹം
അതേ ഭക്തി, നമ്മുടെ ഇന്ദ്രിയ ജയം, ഹല്ലേലൂയ, സകലതും നമുക്കൊന്ന് ശോധന ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ നമുക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം തന്ന ദൈവദാസനും സഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.